ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കൊണ്ട് അച്ചാറിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നോമ്പിനാണ് ഈ അച്ചാർ ഉപയോഗിക്കൽ കൂടുതലും. നോമ്പിന് ഇതുപോലൊരു പൈനാപ്പിൾ നമ്മൾ അച്ചാറിട്ട് വെച്ചാൽ കുറച്ച് എരിവും മധുരവും ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ടാണ് ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് എന്ത് ചെയ്യും നമ്മൾ, ഇത് പത്തിരിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം പത്തിരി നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാകും പോലെ. അപ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു അച്ചാറായിട്ടിത് മധുരവും പുളിയും എരിവൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാകും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. അങ്ങനെ ഒരു വിഭവമാണിത്. ഞാൻ എല്ലാ വർഷവും നോമ്പിന് ഇങ്ങനെ പൈനാപ്പിൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഈ നോമ്പിനല്ലെങ്കിലും ഇത് നമുക്ക് സാധാ ചോർക്ക് വലിയ ഒരു കോമ്പിനേഷൻ കുറവാണ്. അപ്പോൾ നോമ്പിനൊക്കെ ആകുമ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നെയ്ച്ചോറ് ഉണ്ടാക്കും, നോമ്പ് തുറക്കാൻ ബിരിയാണി ഉണ്ടാക്കും, അതുപോലെ കബ്സ റൈസുകൾ, പലതരത്തിലുള്ള റൈസുകൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ പൈനാപ്പിൾ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഇതൊന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാനിത് എങ്ങനെയാണ് അച്ചാർ ഇടുക എന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ചെത്തി എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടോ നമ്മൾ തൊലിയൊക്കെ ചെത്തി എടുത്തിക്കണ് കേട്ടോ. ഇത് ഞാനിതൊരു പ്ലേറ്റിൽ വെച്ചിക്കണ്. അതാ ഞാൻ എല്ലാവരും കട്ടിങ് പലകമ്മയാണ് ഇത് കട്ട് ചെയ്യല്. പക്ഷെ എനിക്ക് കട്ടിങ് പലകമ്മയിലേറെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ ഞാൻ വിരലിൽ ഇങ്ങനെ കവർ ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് അച്ചാറിനല്ലേ ഏറ്റവും ചെറുതാക്കിയിട്ട് എങ്ങനെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക, അത്തരത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചില കല്യാണത്തിനൊക്കെ നമ്മൾ ഈ പൈനാപ്പിൾ ഒക്കെ അച്ചാർ കഴിച്ചിട്ടുണ്ടാവും. കുറേ കല്യാണത്തിന് പോകുമ്പോൾ കൂടുതലും കിട്ടലുണ്ട് നമ്മൾക്ക്. അപ്പോൾ അതൊരു എരിവും അതുപോലെ തന്നെ ഒരു പുളിയും ഒക്കെ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നടുവിലുള്ളൊരു കൂഞ്ഞി സംഭവം, ഈ ഒരു കൂഞ്ഞി ഉണ്ടല്ലോ, ഇത് കളയണ്ട കേട്ടോ. ഈ കൂഞ്ഞി കളയണ്ട. ഈ കൂഞ്ഞി നമുക്ക് ഈ അച്ചാറിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യണേ, ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കീറി കൊടുക്കും. പിന്നെ ഓരോന്ന് ഇങ്ങനെ കീറി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്. ഇങ്ങനെ ചെറുതാക്കിയിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിയാൻ പോണത് അച്ചാറിന് കേട്ടോ. ഇനി കുറച്ച് കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് കനത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പകുതി കനത്തിലും പകുതി കനം കുറച്ചുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നടുവിലുള്ള തണ്ടുണ്ടല്ലോ, ഞങ്ങളതിന് കൂഞ്ഞി എന്ന് പറയും. ആ തണ്ട് കളയണില്ല, ആ തണ്ട് കൊടുക്കനെയാണ്. അപ്പോൾ അച്ചാറിലാവുമ്പോൾ അതൊരു കറുമുറുമായിട്ട് കഴിക്കാനും ടേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നതെങ്കിൽ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളി. കാരണം ഇതുപോലെ നമ്മൾ പൈനാപ്പിൾ അച്ചാർ ഇടണമെങ്കിൽ ഇപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ ഈ ബിരിയാണി, നെയ്ച്ചോറ് അതുപോലുള്ള റൈസിലേക്കൊക്കെ അത് നല്ലതാണ്. പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നോമ്പ് തുറന്നാൽ ഒരു എരിവും പുളിയും മധുരം ഒക്കെ ഉള്ളത് കഴിക്കാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. നമ്മുടെ വായക്ക് അങ്ങനെയുള്ള ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നല്ലൊരു ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള അച്ചാർ നല്ലൊരു കോമ്പിനേഷൻ ആവും കേട്ടോ. വെറുതെ എടുത്ത് കഴിക്കാനും രസമാവും. ചെറിയൊരു എരിവ്, ബാക്കി മധുരം, ബാക്കി പുളി, അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നോമ്പിന് ഇതുപോലുള്ള ഒരു പൈനാപ്പിൾ മാത്രം മതി. കാരണം നോമ്പിന് നമ്മൾ അധികം ഒന്നും ഇത് കഴിക്കൂല. എന്നാൽ നമുക്ക് നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഞാനൊക്കെ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യുന്നു, നോമ്പ് തുറന്നൊക്കെ കഴിയുമ്പോൾ വെറുതെ കൊണ്ടുവന്ന് കോരി കൊണ്ടുവന്ന് കഴിക്കും കേട്ടോ. അധികം ഒന്നും കഴിക്കൂല, കുറച്ചൊക്കെ കഴിക്കുള്ളൂ.
അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഈ ഒരു അച്ചാർ. ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് പൈനാപ്പിളിൻ്റെ അച്ചാറൊക്കെ ഇട്ടാറുണ്ട്. പക്ഷെ എല്ലാ പൈനാപ്പിളിൻ്റെ അച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, ചിലത് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കാരണം സാധാരണ എല്ലാവരും പൈനാപ്പിളിൻ്റെ അച്ചാർ ഇടുന്ന പോലെയല്ല ഞാനിടല് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഒരു രീതി എന്താണോ അതാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ നോമ്പ് എടുക്കാൻ ഉണ്ടാകുമ്പോൾ ഇവർ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാവും ഈ പുളിയിഞ്ചി, അതുപോലെ മിഠായി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണ കുട്ടികളുണ്ടാവും. പിന്നെ അതുപോലെ ഒരു കടയിൽ പോയിട്ട് സോഡ കുടിക്കും അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പോൾ അവർക്ക് നിസ്കാരവും പ്രാർത്ഥനകളൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉപ്പിലിട്ടത് അതുപോലുള്ളതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും. ഞാനൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ വെറുതെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളി. എന്തായാലും ഈ ഒരു നോമ്പിന് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു അച്ചാർ ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും വേണം. ഇതിൽ എന്തൊക്കെ ചേരുവകളാണ് ഇടുന്നത് അതുപോലെ ഇട്ട് നോക്കണം. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടാവും. ഇനി ഇതിലേക്ക് കുറേ സാധനങ്ങൾ വേണം. ഒക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പം ഇനി ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചു. ഇനി ഇതിങ്ങനെ അടച്ച് വെക്കാം നമുക്ക്. ഇനി കുറച്ച് സാധനം കൂടി ഉണ്ട് ഉണ്ടാക്കാൻ, അതെന്താണെന്ന് നോക്കട്ടോ. അപ്പം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിരിക്കണത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇഞ്ചി ഇതാ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം മൂത്ത എരിവുള്ള ഇഞ്ചി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നല്ല എരിവുള്ള വറ്റൽമുളക്, ഉണക്കമുളക് ഒരു 3 എണ്ണം ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതാ ഒരു പിടി വെളുത്തുള്ളി അല്ലി, നല്ല വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ ഒരു ഉള്ളി ഞാനൊന്ന് നടുക് പൊളിച്ചിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് നമ്മൾ വീട്ടിൽ മരത്തുമെന്ന് പറിച്ചോണ്ടെന്നാണ്. ഇത് മുഴുവനും എരിവുള്ള സാധനങ്ങളാണ്. ഇത് 3ഉം എരിവുള്ള സാധനങ്ങളാണ്. അതിനിതാ നമ്മൾ ഒരു വെല്ലം ശർക്കര, ഒറ്റൊന്ന് നല്ല മധുരമുള്ള ശർക്കരയാണ്. ഇത് പൊടിച്ചിട്ടാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നോമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെയുള്ളൊരു വിഭവം ഒന്ന് തിന്ന് നോക്കൊണ്ടിട്ടോ. നല്ല ടേസ്റ്റാവും. നമ്മുടെ നാവിന് ഒരു ഭക്ഷണവും കഴിക്കാതെ നമ്മൾ ഭക്ഷണമൊക്കെ വയറ് നിറഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് നമ്മുടെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ വെറുതെ തോണ്ടി തിന്നാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പൈനാപ്പിൾ നമുക്ക് നല്ലതുമാണ്. അത് വിചാരിച്ച് ഈ എരിവ് ഒന്നായിട്ട് വയറ്റിക്ക് കുറച്ചൊക്കെ എരിവൊക്കെ നമ്മൾ കഴിക്കണം. കാരണം ഈ ചിക്കനും ബീഫൊക്കെ ആയിരിക്കും അന്നത്തെ ഭക്ഷണം. നമുക്ക് നോമ്പാവുമ്പോൾ ഏതൊരു സാധാരണക്കാർക്കും അതില്ലാത്തൊരു വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കഴിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് ഇത്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ പുളിയും മധുരവും കൂടിയുള്ള നല്ല പുളിയല്ല. അപ്പം ഇനിയും ഇതിലേക്ക് ചേരുവകളുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി അച്ചാറാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ഒരു റമദാന് ഇത്ര മതി നമുക്ക്. റമദാൻ കഴിയുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് തിന്ന് തീർക്കും. പക്ഷെ പാകത്തിനൊക്കെ എടുത്ത് കുറച്ചൊക്കെ എടുത്ത് റമദാൻ 30 ഞാൻ ഇപ്പം ഇത് റമദാൻ 30 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കണത്. എന്നും കഴിക്കാലോ വിചാരിച്ചിട്ട്, നോമ്പിനൊക്കെ കഴിക്കാലോ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണിയൊക്കെ റൈസൊക്കെ നല്ല ചൂടുള്ള ബിരിയാണിക്ക് ഈ ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ അച്ചാർ ഇങ്ങനെ കൂട്ടുന്നത് ആലോചിച്ചൊക്കെ നല്ല ടേസ്റ്റ് ആവും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാ നോക്കട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ ഇടുകയാണെങ്കിലും ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിൻ്റെ ചീനച്ചട്ടീൻ്റെ ഒക്കെ ഗ്യാരണ്ടി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ഒരു പഴയ കുക്കറാണ്, ഇതിൻ്റെ കൈയും കാലൊക്കെ പൊയ്ക്കണ്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം അച്ചാർ ഇടാൻ പോണത് കേട്ടോ. ഏത് അച്ചാർക്കും നമ്മൾ എടുക്കേണ്ടത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അച്ചാർ ഇടാൻ. അപ്പോൾ അച്ചാർ ഇടുമ്പോൾ തൽക്കാലം ടേസ്റ്റ് ഉണ്ടാകാനും അച്ചാർ കേടാവാതെ നിൽക്കാനും ഒക്കെ കുറച്ചധികം നല്ലെണ്ണ നമ്മൾ ഒഴിക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മണം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കടുക് പൊട്ടാൻ ഇട്ട് കൊടുക്കുക. അത് പൊട്ടിങ്ങനെ അതിങ്ങനെ ഒരു പൊട്ടി തീരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും വേണം ഒന്നിങ്ങോട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന്
ഏറ്റവും പ്രധാനപ്പെട്ടതിന് ടേസ്റ്റ് കൂടുന്ന സംഭവമാണ് നമ്മുടെ ഈ ഇഞ്ചി എന്ന് പറയുന്നത്. ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ കുറച്ച് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിക്ക് പ്രധാനം തന്നെയാണ്. പക്ഷേ വെളുത്തുള്ളി ഇല്ലെങ്കിലും ഇഞ്ചി എന്തായാലും വേണം. വെളുത്തുള്ളി വേണ്ടെന്നല്ല. അപ്പോൾ ഈ ഇഞ്ചിയിലേക്ക് നല്ലോണം എണ്ണ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം ബ്രൗൺ കളറൊന്നും ആകണ്ട, ഞാൻ പറഞ്ഞു തരാം. ഇത് കുറച്ച് നേരം എണ്ണയിൽ കടന്ന് ഒന്നിങ്ങോട്ട് എണ്ണയൊക്കെ പിടിച്ച് ഒന്നിങ്ങോട്ട് ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ, എണ്ണയിൽ കടന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ പച്ചമുളക് ഇതിട്ട് കൊടുക്കണം. കാരണം പച്ചമുളകൊക്കെ ഇതിൽ കടന്നിട്ട് എന്താ പറയുക, ഈ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടാനുണ്ട്. നല്ലോണം മുരിയണ്ട. നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ പാടില്ലല്ലോ, കേടുവരരുത്. അപ്പോൾ ഇനി ഇത് മൂന്നും ഇട്ട് കുറച്ച് സമയം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് സമയം ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ. അതുപോലെ ഇതിക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് കറിവേപ്പില. കറിവേപ്പില ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നില്ല. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് ഇതിലേക്ക് ഇടാനുണ്ട്. ആദ്യം കറിവേപ്പില ഇടണം. അപ്പോൾ അതിന് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. കറിവേപ്പില പച്ച കടിക്കാൻ പാടില്ല, മുരിഞ്ഞ് കിട്ടണം കേട്ടോ അച്ചാർ. എന്നാലേ കറിവേപ്പിലേൻ്റെ ആ ഫ്ലേവറൊക്കെ ഈ അച്ചാർക്ക് ഈ എണ്ണയ്ക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മളെ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കല്ലിൽ ഇതിങ്ങനെ പൊടിച്ചെടുക്കട്ടെ. ശർക്കര ഇപ്പോഴല്ല കേട്ടോ ചേർക്കുക, ശർക്കര എപ്പോഴാണ് ചേർക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണെങ്കിൽ നല്ല ഉറപ്പാണ്. ഇത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലേ എന്താണ് അതിൽ അലിഞ്ഞു കിട്ടുള്ളൂ. ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തുട്ടോ. കറിവേപ്പിൻ്റെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലോണം ഒന്നങ്ങോട്ട് ഈ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇഞ്ചി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളി ആയി വരുന്നേ ഉള്ളൂ. ഇതിൽ കിടന്നിട്ട് നമ്മളെ കറിവേപ്പിലുണ്ടല്ലോ അത് മുരിഞ്ഞ് കിട്ടണം. വറ്റൽമുളകും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് ഈ ലോ ഫ്ലെയിമിൽ, കാരണം തീ അധികം ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ ആയാൽ നമ്മളെ അച്ചാറിൻ്റെ ടേസ്റ്റാണ് കുറയുക. ഇനി നമ്മൾ ഈ ചൂടുള്ള ഈ എണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണയിലേക്ക് ഈ ചൂടുള്ള പാത്രത്തേക്ക് കായം പൊടി കുറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കായം ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കായം എന്ത് ചെയ്യണം, ഈ എണ്ണയിൽ ഇത് അത്രയും കായം മതി. ഈ എണ്ണയിൽ കായം പൊടിയാണ് കേട്ടോ. ഈ എണ്ണയിൽ ഇതാ ഇങ്ങനെ നല്ലോണം വെന്തിട്ടോ. വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യുക, കായം ഒന്ന് വെന്തതോട് കൂടിയിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതേക്ക് ഇത് കുഞ്ഞാണിയൊക്കെ അച്ചാർ പൗഡർ കൊണ്ടുവന്നേന്നു. അപ്പോൾ അത് ഞാൻ അച്ചാർ പൊടി യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ എരിവിനുള്ള മുളക് പൊടി എത്രയാണോ നമുക്ക് എരിവിന് വേണ്ടത് അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ പൊടികളെ കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞാൽ എന്താണ്, അതിന് വേറൊരു ചുവ വ്യത്യാസം വരും. പിന്നെ ഈ മുളക് പൊടിയൊക്കെ വറുത്ത് നമ്മൾ പൊടിച്ചതുകൊണ്ടേ മുളകിൻ്റെ പച്ചമണമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എണ്ണയിൽ കടന്നിട്ട് നമ്മൾ മുളക് പൊടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ വെല്ലം ഉണ്ടല്ലോ, വെല്ലം ശർക്കര എന്നൊക്കെ പറയും, അതാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ ശർക്കര ഒന്ന് ഉരുകി കിട്ടണം അല്ലേ. അപ്പോൾ ഈ ശർക്കര ഉരുകി കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞുതരാം. വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ നീരുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പൈനാപ്പിൾ നുറുക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും അതിൻ്റെ വെള്ളം. ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്നിട്ട് നല്ലപോലെ നിങ്ങളൊന്ന് കത്തിച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ഈ ഇതിലിട്ട ശർക്കര ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിതാ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഉപ്പും കൂടെ ഈ ശർക്കരേൻ്റെ കൂട്ടത്തിലൊന്ന്
അലിഞ്ഞു വരട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം. പക്ഷെ മുളക് പൊടി എരിവ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ മുളക് പൊടി എരിവ് നോക്കിയിട്ട് മുളക് പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടോ, നല്ലവണ്ണം ശർക്കരയും ഉപ്പൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പൈനാപ്പിൾ അച്ചാർ ഇടുമ്പോൾ എന്താ പറയുക, അതിൻ്റേതായ രീതിയിൽ തന്നെ ഇടണം, എന്നാലേ അത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും പൈനാപ്പിൾ മധുരമാണ്. ശരിയാണ്, മധുരമാണ്. മധുരവും പുളിയും എരിവും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഒരു കിടു ഐറ്റം ആണെന്ന് ഞങ്ങളോട് പറഞ്ഞുതരാം, ഗ്യാരണ്ടി തരാം. കാരണം ഇങ്ങനൊരു റെസിപ്പി നമ്മൾ ഇപ്പോൾ ഈ നോമ്പിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് റൈസൊക്കെ ഉണ്ടാക്കും. റൈസ് കഴിക്കുമ്പോൾ ബിരിയാണി, കൂടുതൽ ബിരിയാണി, നെയ്ച്ചോറ് ഇതൊക്കെയാണ് ഇത് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നോമ്പൊക്കെ തുറന്നിട്ടുള്ള ഒരു ഇടവേള സമയങ്ങളിൽ നമുക്ക് ഇതൊക്കെ എടുത്ത് വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമാവും, ആർക്കും ഇഷ്ടമാവും. ഇനി ഈ പൈനാപ്പിൾ ഇതിൽ കിടന്നിട്ട് ഒന്നൊന്ന് വെന്ത് കിട്ടണമല്ലോ, ഒന്ന് വെന്ത് കിട്ടണം. നല്ലോണം ഒന്നങ്ങോട്ട് ഇളക്കി മറിച്ച് കൊടുക്കുക. ഇനിയും ഇതിലേക്ക് ചേരുവകൾ ഉണ്ട് കേട്ടോ, അത് ഉണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിക്കണതിൻ്റെ മുന്നേ ഇതാ നമുക്ക് കുറച്ച് ഉലുവയും കടുവും പൊടിച്ചതാണ്. ശരിക്കും ഉലുവപ്പൊടിയാണ് വേണ്ടത്. ഇവിടെ ഉലുവപ്പൊടി മാത്രമായിട്ടില്ല, ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, മെല്ലെ മെല്ലെ തിളക്കുകയാണ് ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് വിനാഗിരി, നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് നല്ല പുളി ഏറാൻ പാടില്ല, ഇത് മതി. ഇത്രയും വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ പൈനാപ്പിൾ അച്ചാർ നല്ലതുപോലെ ഒന്നങ്ങോട്ട് ഇളക്കി ഒന്നങ്ങോട്ട് തിളച്ച് തരണം കേട്ടോ. നമ്മളെ പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇപ്പം കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ അച്ചാർ പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലൊരു ഗ്രേവിയാണ്. അപ്പോൾ ഈ പൈനാപ്പിളിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തിനൊരു പുളിയായിരിക്കും അല്ലേ. എത്ര മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിലും ചെറിയൊരു പുളി ഉണ്ടാവും. അതുകൊണ്ട് ഇതിൽ പുളി ഇടേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പച്ച പൈനാപ്പിളാണ് അച്ചാർ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, വാളൻ പുളി ഉണ്ടല്ലോ, അതൊരിത്തിരി പിഴിഞ്ഞ് ഈ സമയത്ത് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ പുളി മധുരം കൂടി കണക്കായിട്ട് വരും. ഇപ്പോൾ ദാ ഈ ഒരു അച്ചാറിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും പുളിയും ഉപ്പും കായവും മുളകും എല്ലാം പാകം ആണെങ്കിൽ എന്താവും, അത് നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലൊരു ടിന്നിൽ അങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ. കുറേ ഒരാഴ്ച രണ്ടാഴ്ച എന്തായാലും ഇത് കേട് വരില്ല. കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. രണ്ടാഴ്ച പോയിട്ട് ഒരാഴ്ച പോലും ഇത് നിൽക്കില്ല, അതിൻ്റെ മുന്നത് തീരും. അതല്ല ഒരു മാസമൊക്കെ പുറത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ചെയ്യുക. കുറച്ച് ഇതൊന്ന് ഒരു പാത്രത്തേക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിലേക്കാണ് കയറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് സാവധാനം എടുത്ത് ഇങ്ങനെ കൂട്ടാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ കൂട്ടത്തിൽ ഇനിയും കൂട്ടണം, കാരണം അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ ഒരു റമദാന് നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. കാരണം പൈനാപ്പിളൊക്കെ കിട്ടുന്ന ഒരു ടൈം ആവും അല്ലേ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ കുറച്ച് അച്ചാറൊന്ന് ഇട്ട് നോക്കുകൊണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടാറ്റാ.